നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ട് അപ്പ്. കേരളം ഒന്നാമത്. നാഷണൽ പാർക്കുകളുടെ റേറ്റിംഗിൽ കേരളത്തിന് കിടിലൻ വിജയം. ഇന്ത്യയിലെ സംരക്ഷിത വനമേഖലയ്ക്ക് നൽകിയ മാനേജ്മെന്റ് റേറ്റിംഗിൽ കേരളം 1-ാം സ്ഥാനത്തെത്തി. ഇരവികുളം നാഷണൽ പാർക്ക് 92.97% മാർക്കോടെ രാജ്യം മുഴുവൻ മുൻപന്തിയിൽ. പരിസ്ഥിതി സംരക്ഷണത്തിനും ടൂറിസത്തിനും ഇതൊരു വലിയ നേട്ടമാണ്. മഴയും കാറ്റും കൂട്ടമായി. ഇന്നും കേരളത്തിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, വയനാട്, മലപ്പുറം ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തീരദേശ പ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പും നൽകി. സ്കൂളുകളിലെ സൂംബ ഡാൻസ് വിവാദം. മന്ത്രി ശിവൻകുട്ടി വിമർശനത്തെ തള്ളി. സ്കൂൾ തലത്തിൽ നടക്കുന്ന സൂംബ ഡാൻസ് പരിപാടിയെക്കുറിച്ച് ഉയർന്ന വിമർശനങ്ങൾക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് പിന്തുണ നൽകി. സൂംബ പരിപാടിയിൽ രാഷ്ട്രീയ പൊളിറ്റിക്സ് ശക്തം. ഡിവൈഎഫ്ഐക്കും സംസ്ഥാന സർക്കാരിനും പിന്തുണയോടെ സൂംബ ഡാൻസിനെ പിന്തുണച്ച് കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത്. വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് മാറ്റങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിൽ മണ്ണിടിഞ്ഞ് അപകടം. 3 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. മലദ സ്വദേശികളായ 3 പേർ തൃശൂരിൽ നടക്കുന്ന കെട്ടിട നിർമ്മാണത്തിനിടയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചു. 17 പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം തുടരുന്നു. ലോട്ടറി ഫലം പ്രഖ്യാപിച്ചു. ആരാണ് അഭാഗ്യവാൻ? കാരുണ്യ KR 712 ലോട്ടറിയുടെ ഫലം പുറത്തുവന്നു. വിജയികളുടെ പൂർണ്ണ പട്ടിക കേരള ലോട്ടറി വിഭാഗം വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തി. ക്യാൻസറിനെതിരെ 2 ദിവസത്തെ കോൺക്ലേവ്. തിരുവനന്തപുരത്ത് 200 വിദഗ്ധർ. ക്യാൻസർ ചികിത്സയുടെയും ബോധവൽക്കരണത്തിന്റെയും ഭാഗമായി നടക്കുന്ന 2 ദിവസത്തെ രാജ്യതലക്കെട്ടുള്ള കോൺഫറൻസ് ഓഗസ്റ്റ് 28 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. NH 66 വികസനത്തിന് വലിയ തടസ്സം. റോഡിടിഞ്ഞു, യാത്രക്കാർ ദുരിതത്തിൽ. മലപ്പുറത്ത് ഹൈവേ വികസന പ്രൊജക്ടിന്റെ ഭാഗമായി നടന്ന പണിക്കിടെ റോഡിടിഞ്ഞു. വാഹനങ്ങൾ ഓടാനാവാതെ യാത്രക്കാരെ വഴിതിരിച്ചുവിട്ടു. തീരദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്കായി മുന്നറിയിപ്പ്. കടലിൽ ഇറങ്ങരുത്. കടലിലെ മൂടൽമഞ്ഞ്, കാറ്റ്, ഉയർന്ന തരംഗങ്ങൾ. മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ നിർദ്ദേശം. തീരത്ത് തന്നെ ഉണ്ടാവുക. സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിരിക്കുക. രഥയാത്രയ്ക്ക് പ്രധാനമന്ത്രിയുടെ ആശംസ. എല്ലാവർക്കും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ദിനം. ജഗന്നാഥന്റെ രഥയാത്രയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ അറിയിച്ചു. സംസ്കൃതിയുടെയും ആചാരങ്ങളുടെയും മഹിമ ഉയർത്തിപ്പിടിക്കാൻ ആവശ്യപ്പെട്ടു. UN സഭയിൽ ഇന്ത്യ-പാകിസ്ഥാൻ വാക്പോര്. മാനവാവകാശ ലംഘനവും കാശ്മീരിലെ പ്രശ്നങ്ങളും സംബന്ധിച്ച് UN സഭയിൽ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം കുറ്റപ്പെടുത്തുന്നു. നയതന്ത്രം വീണ്ടും ഉരുകുന്നു. വ്യാപാര പ്രതിസന്ധി. എക്സ്പോർട്ടർമാരുമായി ചർച്ചയ്ക്ക് പീയൂഷ് ഗോയൽ. ആഗോള വ്യാപാര പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ജൂൺ 30 വ്യാപാര പ്രതിനിധികളുമായി പ്രത്യേക യോഗം വിളിച്ചു. മഴയെത്തി, കർഷകർ ചിരിച്ചു. ഇത്തവണ കാലാവസ്ഥ കയ്യൊപ്പിട്ടു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഈ വർഷം മഴ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. കൃഷിക്ക് ഇതൊരു അനുഗ്രഹം തന്നെയാണ്. ഓഫീസ് കെട്ടിടങ്ങൾക്ക് വൻ ആവശ്യം. Q2-ൽ 11% വളർച്ച. ജൂൺ മാസത്തെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ നഗരങ്ങളിൽ ഓഫീസ് സ്പേസിന് 11% വരെ ഡിമാൻഡ് വർദ്ധിച്ചു. തൊഴിൽ വിപണി ഉയരത്തിലേക്ക്. തായ്ലൻഡും കംബോഡിയയും അതിർത്തിയിൽ ഏറ്റുമുട്ടുന്നു. സംഘർഷം രൂക്ഷം. തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിൽ വീണ്ടും സംഘർഷം. ഇരു സേനകളും കനത്ത സന്നാഹത്തിലാണ്. സംയുക്ത ചർച്ചയ്ക്ക് ശ്രമം. ഇസ്രായേൽ ഇറാൻ സമാധാനത്തിലേക്ക് നീങ്ങുന്നു. 12 ദിവസത്തെ സംഘർഷത്തിന് വിരാമം. അമേരിക്കയുടെ ഇടപെടലോടെ ഇസ്രായേലും ഇറാനും താൽക്കാലിക സമാധാന ധാരണയിലെത്തി. തീരദേശങ്ങളിൽ പ്രശ്നങ്ങൾ കുറയ്ക്കാനും സാധ്യത. മൺസൂൺ വരവ് ആഗോളതലത്തിൽ തിരിച്ചടിയാകുമോ? കാലാവസ്ഥാ പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. അപൂർവമായും നേരത്തെയും എത്തിയ മൺസൂൺ ലോകത്തെ കാർഷിക വ്യവസ്ഥയെ ബാധിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പിക്കുന്നു. ജൂൺ മാസത്തെ ഹിറ്റ് ലിസ്റ്റുകളിൽ റോന്തും കേരള ക്രൈം ഫയൽ സീസൺ 2-ഉം. മലയാള OTT പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ട 2 സീരീസുകൾ. രഹസ്യവും ത്രസിപ്പിക്കുന്ന കഥാപശ്ചാത്തലവും കൊണ്ട് ഈ ഷോ ശ്രദ്ധേയമാകുന്നു. ജാനകി വേഴ്സസ് കേരളം സിനിമയ്ക്ക് സെൻസർ തടസ്സം. പേരിൽ പൊടിയാകുന്നു. സിനിമയുടെ പേര് പരസ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് CBFC. നിർമ്മാതാക്കൾ ആശങ്കയിൽ പേര് മാറ്റേണ്ടി വരുമോ? കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.